നോക്കൂ, മലമ്പുഴ മണ്ഡലം നമുക്കറിയാം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനിലൂടെ ശ്രദ്ധേയമായ മലമ്പുഴ മണ്ഡലത്തിൽ ഇതാ പുതിയ തന്ത്രങ്ങൾ പയറ്റാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന വിശ്വസ്തനായിരുന്ന A സുരേഷിനെ പാലക്കാട് മലമ്പുഴയിൽ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. മണ്ഡലത്തിൽ സ്വതന്ത്രനായി സുരേഷ് മത്സരിച്ചാൽ ജയസാധ്യത ഉണ്ടെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. സുരേഷ് വന്നാൽ സ്വാഗതം ചെയ്യുമെന്നും അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നും VK ശ്രീകണ്ഠൻ MP പറയും. നേതൃത്വം സുരേഷുമായിട്ട് ആലോചിച്ചു, ചർച്ച ചെയ്തു എന്നാണ് അറിവ്. ഞങ്ങൾക്ക് നേരിട്ടൊന്നും അറിവില്ല. എന്താണെങ്കിലും അത് തീരുമാനിക്കേണ്ടത് KPCC-യും അതുപോലെ തന്നെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റി, സ്ക്രീനിംഗ് കമ്മിറ്റിയുണ്ട്. AICC ആലോചിച്ചാണ് അന്തിമമായി ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ CPM-ന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് വരുന്നവരെ സ്വീകരിക്കുക എന്നുള്ളത് UDF-ന്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും ഒരു ഉത്തരവാദിത്തമാണ്. അപ്പം അതുകൊണ്ട് CPM-ന്റെ നയങ്ങളെ തള്ളിപ്പറയുന്ന, CPM-ന്റെ നയങ്ങളിൽ വ്യതിചലനമുണ്ടെന്ന് രൂക്ഷമായും പരസ്യമായും വിമർശിക്കുന്നവരെയൊക്കെ കോർത്തിണക്കിക്കൊണ്ടായിരിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അതേസമയം സ്ഥാനാർത്ഥിയാകാൻ കോൺഗ്രസ് സമീപിച്ചെന്ന് A സുരേഷ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. താൻ ഇപ്പോഴും ഇടതുപക്ഷ അനുഭാവിയാണെന്നാണ് സുരേഷ് റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ചർച്ച ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്, അത് ഞാൻ സ്ഥിരീകരിക്കുന്നു. പക്ഷേ ഞാനൊരു മറുപടി പറഞ്ഞിട്ടില്ല. പല കാര്യങ്ങളും അവർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. തൽക്കാലം ഞാനത് ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറല്ല. ഇപ്പോഴും ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയായി തുടരാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. വിഭാഗീയതയുടെ പേരിലാണ് എന്നെ പുറത്താക്കിയത്. ആ പുറത്താക്കപ്പെട്ടത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. 3 അപ്പീൽ സംസ്ഥാന ലീഡർഷിപ്പിനും കൊടുത്തു, 1 അപ്പീൽ ജില്ലാ ലീഡർഷിപ്പിനും കൊടുത്തു. ഇതുവരെ ഒരു മറുപടി എനിക്ക് തന്നിട്ടില്ല. പാർട്ടിയുടെ മൂല്യങ്ങൾ ചോർന്നു പോയാൽ, ഇടതുപക്ഷ മൂല്യങ്ങൾ ചോർന്നു പോയാൽ പാർട്ടി ഉണ്ടാവും, പക്ഷെ ജനങ്ങൾ കൂടി ഉണ്ടാവില്ല. പാർട്ടി ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഒപ്പമാണ് ഞാൻ. മലമ്പുഴ എൻ്റെ നാടാണ്. പക്ഷെ അത്തരം തെരഞ്ഞെടുപ്പിലെ ചർച്ചകളെ കുറിച്ച് ഞാനിപ്പോൾ തൽക്കാലം ഒന്നും പറയുന്നില്ല. ഇക്ബാൽ അറക്കലും ജയ്സൺ ചാമോളപ്പിലുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അത് ഇക്ബാലിലേക്ക് പോയാൽ, ഇക്ബാൽ, കോൺഗ്രസിന്റെ ഈ നീക്കത്തിൽ എന്താണ് പ്രാദേശികമായ ഒരു വികാരം? സുരേഷിനെ മത്സരിപ്പിച്ചാൽ ജയസാധ്യതയുണ്ടെന്നാണോ വിലയിരുത്തൽ? വിനീത, മലമ്പുഴ എക്കാലത്തും കോൺഗ്രസിനൊരു ബാലികേറ മല തന്നെയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ അവിടെ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തവണ എന്ത് വില കൊടുത്തും മലമ്പുഴയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക, വിജയം തന്നെ നേടുക എന്നൊരു ലക്ഷ്യമാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടി ഇത്തവണ മരുതറോഡിൽ നിന്നുള്ള മരുതറോഡ് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റുള്ള സജിത്തിനെയോ അതല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി വിനോദിനെയോ മത്സരിപ്പിക്കാനുള്ള നീക്കമായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായത്. പക്ഷേ അതിനേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥി വേണമെന്നൊരു ചിന്ത പിന്നീട് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടാകുന്നു. അങ്ങനെയാണ് പിന്നീട് VS അച്യുതാനന്ദന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള വ്യക്തിയായിട്ടുള്ള A സുരേഷിനെ എന്തുകൊണ്ട് മത്സരിപ്പിച്ചുകൂടാ എന്നൊരു ചിന്ത കോൺഗ്രസ് നേതൃത്വത്തിന് വരുന്നത്. അങ്ങനെയാണ് A സുരേഷുമായി കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ചർച്ച നടത്തുന്നത്. സുരേഷിനെ മലമ്പുഴയിലേക്ക് എത്തിച്ച് മത്സരിപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും സജീവമായി തന്നെ ഇപ്പോഴും സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടുവരികയാണ്. അതിൽ യാതൊരു രീതിയിലുള്ള എതിർപ്പും ഇല്ല എന്നുള്ളത് തന്നെയാണ് പാലക്കാട് നിന്നുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഇനി പ്രാദേശികമായിട്ടുള്ള എന്തെങ്കിലും എതിർപ്പ് വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മറികടക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയും കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ട്. ഏതായാലും സുരേഷ് എത്തിയാൽ മലമ്പുഴ മണ്ഡലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ളതാണ് പൊതുവെ ഇപ്പോൾ കോൺഗ്രസ് കോൺഗ്രസിന്റെ നീക്കങ്ങളിൽ സുരേഷിന് എന്താണ് പറയാനുള്ളത്? സുരേഷിന്റെ നിലപാട് എന്താണ്? ജയ്സൺ ചാമോളപ്പിൽ കൂടി ചേരുകയാണ്. ജയ്സൺ, താൻ ഇപ്പോഴും ഒരു ഇടത് സഹയാത്രികനാണെന്ന് സുരേഷ് പറയുന്നു. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്? എന്താണ് സുരേഷിന്റെ നിലപാട്? വിനീത, സുരേഷിനെ നാം കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും നമ്മൾ കേട്ടറിഞ്ഞതുമായത് CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ രൂപീകരിച്ച VS അച്യുതാനന്ദന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, ഏറ്റവും വിശ്വസ്തനായ ഒരു വ്യക്തി എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ VS അച്യുതാനന്ദനെ ബാധിക്കുന്ന ഏത് പ്രശ്നങ്ങളും അത് സുരേഷിനെയും ഏത് കാലത്തും രാഷ്ട്രീയമായി ബാധിച്ചിരുന്നു. CPM-നകത്തുണ്ടായ വിഭാഗീയ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ആദ്യത്തെ വെട്ടുകൊള്ളുന്നതിൽ പ്രധാനിയായിരുന്നു സുരേഷ്. അത്തരത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി CPM-ൽ നിന്ന് അരികുവൽക്കരിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു സുരേഷ്. സുരേഷ് തന്നെ പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി തനിക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തിട്ട് 10 വർഷത്തെ 4 തവണ അപ്പീൽ നൽകി, അതിൽ 3 തവണ പരിഗണിച്ചു. പക്ഷേ യാതൊരു മറുപടിയും ഉണ്ടായില്ല എന്നതാണ് സുരേഷിനെ ഏറെ വേദനിപ്പിക്കുന്നത്. സുരേഷ് ഇപ്പോഴും പറയുന്നത് താൻ ഇടതുപക്ഷ പ്രവർത്തകൻ തന്നെയാണ്, CPM-നൊപ്പം തന്നെയാണ്, പക്ഷേ തിരുത്തൽ അനിവാര്യമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം താൻ പാർട്ടി മാറില്ല എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. മറ്റൊരു പാർട്ടിയിൽ ചേരുന്നതിനെ കുറിച്ച് തനിക്ക് ചിന്തിക്കാനായില്ല, പക്ഷേ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതിനുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെയാണ് ഇന്ന് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ സുരേഷ് UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മലമ്പുഴയിൽ എത്തിച്ചേരുമെന്ന കണക്കൂട്ടൽ തന്നെയാണ് UDF-നുള്ളത്.
അതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഇത്തരമൊരു വാർത്ത പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നു. സുരേഷ് നിശബ്ദത പാലിക്കുന്നു എന്നതാണ്. മറുപടി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു പാതി മനസ്സിന്റെ ലക്ഷണമാണ്. ആ പാതി മനസ്സ് പൂർണ്ണ മനസ്സാവാൻ അധികം മണിക്കൂറുകൾ വേണ്ടിവരില്ല. അതിനുള്ള ഇനി നിങ്ങൾ തിരുത്താൻ തയ്യാറുണ്ടോ എന്ന് സുരേഷ് പാർട്ടിയോട് ചോദിക്കുന്നതിന് തുല്യമാണെന്ന് സുരേഷിന്റെ പ്രതികരണം. ഇല്ലെങ്കിൽ ഞാൻ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. അതാണ്, ഞാൻ സ്ഥാനാർത്ഥിയാകാനില്ല എന്ന് സുരേഷ് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇടത് അനുഭാവിയാണ്. ചർച്ചകൾ നടന്നെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. പക്ഷേ കോൺഗ്രസിന്റെ തന്ത്രപരമായ നീക്കത്തിൽ അവിടെ പ്രാദേശികമായ വികാരം അതുകൂടി നമുക്കറിയണം. ഏതായാലും സുരേഷ് വരുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ജയ്സിൻ ഷാമോളപ്പിലും ഒപ്പം ഇക്ബാൽ അറക്കലുമാണ് വിശദാംശങ്ങൾ നൽകിയത്.